ഹായ് എവ്രി വൺ. SSLC ജിയോഗ്രഫിയിലെ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നുള്ള 4ാമത്തെ ക്ലാസ് ആണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി 3 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇത് 4ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു വെച്ചത്, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾക്കറിയാം, സീസൺസ് ആൻഡ് ടൈം, ഋതുഭേദങ്ങളും സമയവും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചത് ഈ കാണുന്ന ഒരു ടേബിളാണ്. ദി അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ, സൂര്യന്റെ അപ്പാരന്റ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത്. അപ്പോൾ ഈ ഒരു അപ്പാരന്റ് മൂവ്മെന്റ് ഒരു പക്ഷേ കുട്ടികൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടേബിൾ പറയുന്നതിന് മുമ്പ് ഒന്നുകൂടി എന്താണ് ഈ ഒരു അപ്പാരന്റ് മൂവ്മെന്റ് എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം ഈ ഒരു ടേബിൾ നോക്കാം. ഒരു പിക്ചറിന്റെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് ഈ ഒരു ടേബിൾ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ഉത്തരായനം, ദക്ഷിണായനം, അങ്ങനെയുള്ള ചെറിയൊരു കൺസെപ്റ്റ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതും കൂടെ ആയാൽ ഈ ഒരു യൂണിറ്റിന്റെ ഹാഫ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. അതായത് സീസൺസ് ആൻഡ് ടൈം എന്നതിലെ സീസൺസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് അതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ടൈമുമായി ബന്ധപ്പെട്ട, ടൈം കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട അടുത്ത ഒരു പാർട്ടിലേക്ക്, ഈ ഒരു ചാപ്റ്ററിന്റെ മറ്റൊരു പാർട്ടിലേക്ക് നമ്മൾ കിടക്കും. ഓക്കെ, അപ്പോൾ ഏതായാലും ഏറ്റവും ആദ്യം അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. ഇവിടെ കാണാൻ പറ്റും, ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യം ശ്രദ്ധിക്കാം. സിൻസ് ദി parallelism is maintained. Since the parallelism is maintained same throughout the revolution, the position of the sun in relation to the earth varies apparently between Tropic of Cancer and Tropic of Capricorn. This is known as apparent movement of the sun. Okay, എന്താ പറയുന്നത്? റവല്യൂഷൻ പീരീഡിൽ മുഴുവൻ, റവല്യൂഷൻ എന്ന് പറയുമ്പോൾ സൂര്യൻ നമ്മുടെ ഭൂമി സൂര്യനെ ചുറ്റുന്നതിനെയാണ് റവല്യൂഷൻ എന്ന് പറയുന്നത്, അഥവാ പരിക്രമണം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു റവല്യൂഷൻ പീരീഡിൽ മുഴുവനായിട്ട് 365 ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്? ദി പാരലലിസം ഈസ് മെയിൻറ്റെയിൻഡ്. നമ്മുടെ ഭൂമി അതിന്റെ അച്ചുതണ്ടിന്റെ ചെരിവ്, ഈ ഒരു പാരലലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് അപ്പുറത്തെ പേജിൽ പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ മാർക്ക് ചെയ്തൊരു കാര്യം ശ്രദ്ധിക്കുക. ദി എർത്ത് മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ടിൽറ്റ് ത്രൂഔട്ട് ഇറ്റ്സ് റെവല്യൂഷൻ. ദിസ് ഇസ് നോൺ ആസ് ദി പാരലലിസം ഓഫ് എർത്ത്സ് ആക്സിസ്. അച്ചുതണ്ടിന്റെ സമാന്തരത എന്നാണ് അതിന്റെ അർത്ഥം, പാരലലിസം ഓഫ് എർത്ത്സ് ആക്സിസ്. അതായത് ഭൂമി സൂര്യനെ ചുറ്റുന്ന ആ ഒരു കാലയളവിൽ മുഴുവൻ ഭൂമിയുടെ ആ ഒരു ചരിവുണ്ടല്ലോ, അച്ചുതണ്ടിന്റെ ആ ഒരു ചരിവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ടിൽറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്, ആ ഒരു ചരിവ് നിലനിർത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഭൂമി സൂര്യനെ ചുറ്റുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാരലലിസം ഓഫ് എർത്ത്സ് ആക്സിസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു റവല്യൂഷൻ പീരീഡിൽ മുഴുവനായിട്ട് ആ ഒരു പാരലലിസം ആര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്? നമ്മുടെ എർത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ സിൻസ് ദി പാരലലിസം ഇസ് മെയിൻറ്റെയിൻഡ് സെയിം ത്രൂഔട്ട് ദി റവല്യൂഷൻ, ദി പൊസിഷൻ ഓഫ് ദി സൺ ഇൻ റിലേഷൻ ടു ദി എർത്ത് വാരീസ് അപ്പാരന്റ്ലി ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അപ്പൊ ഈ ഒരു ചെരിവ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ സൂര്യന്റെ സ്ഥാനം നമ്മുടെ ഭൂമിക്ക് ആപേക്ഷികമായിട്ട് നോക്കുമ്പോൾ സൂര്യന്റെ സ്ഥാനത്തിൽ എന്തുണ്ടാവുന്നുണ്ട്? മാറ്റം ഉണ്ടാവുന്നുണ്ട്. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെയും ഇടയിൽ സൂര്യന് സ്ഥാനമാറ്റം സംഭവിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ദിസ് ഇസ് നോൺ ആസ് ദി അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ. നമുക്കറിയാം, സൂര്യൻ മൂവ് ചെയ്യുന്നില്ല, സൂര്യപ്രകാശത്തിന് മൂവ്മെന്റ് ഉണ്ടാവുന്നില്ല. പക്ഷെ ഭൂമിയുടെ ആ ഒരു പാരലലിസം കാരണം, ആ ഒരു അച്ചുതണ്ടിന്റെ ആ ഒരു ചെരിവ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ എർത്ത് സൂര്യനെ ചുറ്റുന്നത് കൊണ്ട്, റിവോൾവ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂമിയിൽ എല്ലായിടത്തും സൂര്യപ്രകാശം എല്ലാ സമയത്തും ഒരേപോലെ കിട്ടുന്നില്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ പറയുന്നു വേരിയസ് അപ്പാരന്റ്ലി ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെയും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെയും ഇടയിൽ ഇങ്ങനെ മാറി മാറി പതിച്ചുകൊണ്ടിരിക്കുന്നു സൂര്യന്റെ പ്രകാശം. അതിന്റെ ഒരു ആനിമേറ്റഡ് വീഡിയോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്യാം. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ എന്നൊരു നമ്മൾ ടൈപ്പ് ചെയ്താൽ തന്നെ, സെർച്ച് ചെയ്താൽ തന്നെ അതിന്റെ ഗ്രാഫിക്സ്, അനിമേറ്റഡ് വീഡിയോസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടി ഒരു കൺസെപ്റ്റ് നമുക്ക് ക്യാച്ച് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ അതാണ് പാരലലിസം ഓഫ് എർത്ത്സ് ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ
ഒരു റെവല്യൂഷൻ, നമ്മുടെ എർത്തിന്റെ ഒരു റെവല്യൂഷൻ പീരീഡിലുള്ള ഡിഫറെന്റ് 4 പൊസിഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മാർച്ചിൽ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മാർച്ച് 21, ജൂൺ 21, സെപ്റ്റംബർ 23, ഡിസംബർ 22, അങ്ങനെ ഒരു 4 ഡിഫറെന്റ് പൊസിഷൻസ് ആണ് നമ്മുടെ സെൻട്രലിൽ കാണാൻ പറ്റും സൂര്യൻ. അപ്പൊ ആ സൂര്യനെ ചുറ്റുന്ന ആ ഒരു റെവല്യൂഷൻ പീരീഡിലുള്ള നമ്മുടെ ഭൂമിയുടെ ഡിഫറെന്റ് 4 പൊസിഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ 4 ഡേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. അപ്പോൾ നേരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏറ്റവും അവസാനം പറഞ്ഞിട്ടുള്ള ആ ഒരു ടേബിളിലേക്ക് പോവാണ്. ഓക്കെ, ഇവിടെ കാണാം ദി അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി മന്ത്സ്, അതേപോലെ ദി അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ, സീസൺസ്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണെങ്കിലും ഒന്നുകൂടെ നമ്മൾ ഇവിടെ നോക്കാൻ പോവാണ്, ഒരു പിക്ചറിന്റെ സഹായത്തോടെ നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 ഡേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു ഏത് ഡേറ്റ്സ് ആ ഇവിടെ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ഈ 4 ഡേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർച്ച് 21, ജൂൺ 21, സെപ്റ്റംബർ 23, ഡിസംബർ 22. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഡേറ്റ്സ് വിട്ടുകൊണ്ടുള്ള ഒരു കളി ഈ ചാപ്റ്ററിലില്ല. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോക്സ്, ഒരു ടേബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണെങ്കിലും ഒന്നുകൂടെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഒന്നുകൂടെ നമ്മൾ പറയാണ്. സോ ഫ്രം മാർച്ച് 21 ടു ജൂൺ 21, ശ്രദ്ധിക്കാം. ഓക്കെ, ഫ്രം മാർച്ച് 21 ടു ജൂൺ 21, മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള ഒരു പീരീഡിൽ ദി അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ, സൂര്യന്റെ അപ്പാരന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്, അപ്പാരന്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് എവിടേക്കാ? ഫ്രം ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ. മാർച്ച് 21 ഇക്വേറ്ററിന്റെ നേർമുകളിലാണ് സൂര്യന്റെ സ്ഥാനം. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ വിൽ ബി ഓവർ ദി ഇക്വേറ്റർ ഓൺ മാർച്ച് 21. Then it shifts to Tropic of Cancer on ജൂൺ 21. ജൂൺ 21 ആകുമ്പോഴേക്കും ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ മുകളിലെത്തും സൂര്യന്റെ സ്ഥാനം. ആ സമയത്ത് സീസൺസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓക്കെ, ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് ഏതാ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. 23.5 ഡിഗ്രി നോർത്ത്. ഓക്കെ, 23.5 ഡിഗ്രി നോർത്ത് ആണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസണും, അവിടെ സ്പ്രിംഗ് ആവുമ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം സീസണുമാണ്. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. നോർത്തിൽ എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സൗത്തിൽ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം ആയിരിക്കും. അവിടെ സമ്മർ ആണെങ്കിൽ ഇപ്പുറത്ത് വിന്റർ ആയിരിക്കും, ആ രൂപത്തിൽ. ഓക്കെ, അപ്പോൾ ജൂൺ 21 എവിടെ എത്തി? ട്രോപ്പിക് ഓഫ് ക്യാൻസറിലെത്തി. ദെൻ ആ ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്നും സൂര്യന്റെ സ്ഥാനം, മൂവ്മെന്റ് എവിടേക്കാ പോകുന്നത്? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ ഫ്രം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ദി ഇക്വേറ്റർ, വീണ്ടും ഇക്വേറ്ററിലേക്ക് വരുന്നു. അങ്ങനെ ഇക്വേറ്ററിലേക്ക് വരുമ്പോൾ നമുക്കറിയാലോ, ഇക്വേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഹോട്ട്നെസ്സിൽ അല്ലെങ്കിൽ ഹൈ ഇന്റൻസിറ്റിയിൽ സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയാണ് ഇക്വേറ്റർ. ഭൂമധ്യരേഖാ പ്രദേശം എന്ന് പറയുന്നത് ഏറ്റവും തീവ്രത കൂടിയ സൂര്യപ്രകാശം കിട്ടുന്നത് ഇക്വേറ്ററിലാണ്. അപ്പൊ ആ ഇക്വേറ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓർക്കുക, അതുകൊണ്ട് തന്നെ ഏതായിരിക്കും സീസൺ? സമ്മർ സീസൺ ആയിരിക്കും. ആ രൂപത്തിൽ നമ്മളൊന്ന് ഓർത്തു വെക്കുക, അപ്പൊ മറന്നു പോവില്ല. ഓക്കെ, അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്നും ഇക്വേറ്ററിലേക്ക്, ഭൂമധ്യരേഖയിലേക്ക് പോകുമ്പോൾ അവിടെ ചൂട് കൂടുതലായിരിക്കും. അപ്പൊ അവിടെ സമ്മർ ആണ്, അങ്ങനെ ഓർക്കുക. എനിവേ, ദെൻ അവിടെ സമ്മർ ആണെങ്കിൽ സദേൺ ഹെമിസ്ഫിയറിൽ വിന്ററുമായിരിക്കും. അങ്ങനെ ഇക്വേറ്ററിലെത്തി. സെപ്റ്റംബർ 23 ഇക്വേറ്ററിലെത്തുന്നു. ദെൻ ഫ്രം സെപ്റ്റംബർ 23 ടു ഡിസംബർ 22, ആ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള ആ ഒരു ടൈമിൽ ദി അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ മൂവ്സ് ഫ്രം ഇക്വേറ്റർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇക്വേറ്ററിൽ നിന്നും എവിടേക്ക് പോവാണ്? സദേൺ ഹെമിസ്ഫിയറിലുള്ള 23.5 ഡിഗ്രി സൗത്ത്, 23.5 ഡിഗ്രി സൗത്ത് അല്ലെ, ആ സൗത്തിലുള്ള ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് പോവാണ്. ഓക്കെ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ നേരെ മുകളിലെത്തുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ പറഞ്ഞു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത് സദേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ ഇക്വേറ്ററിൽ നിന്നും ഡിസംബർ 22 ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ മുകളിലാണ് നമ്മുടെ സൂര്യന്റെ അപ്പാരന്റ് മൂവ്മെന്റ്, അപ്പാരന്റ് പൊസിഷൻ എവിടെ എത്തുന്നു? ആ ഒരു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ മുകളിൽ എത്തുന്നു. അങ്ങനെ വരുമ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കണം. ഇക്വേറ്റർ, നേരത്തെ മുകളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇക്വേറ്ററിന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് പോകുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ്, ഇക്വേറ്ററിന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് പോകുമ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ്. അവിടെ സ്പ്രിംഗ് ആകുമ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഓട്ടം.
അതേപോലെ ലാസ്റ്റ് ഡിസംബർ 22 ടു മാർച്ച് 21. ഡിസംബർ 22 ടു മാർച്ച് 21. ഫ്രം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ദി ഇക്വേറ്റർ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്നും വീണ്ടും ഇക്വേറ്ററിലേക്ക്, ഭൂമധ്യരേഖയിലേക്ക് സൂര്യന്റെ സ്ഥാനം നീങ്ങാണ്. ഒരു നോർത്ത് വേർഡ് മൂവ്മെന്റ് അവിടെ ഉണ്ടാവുകയാണ്. ആ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇക്വേറ്ററിലേക്ക് പോകുമ്പോൾ എവിടുന്നാണോ, ഏത് ഹെമിസ്ഫിയറിനാണോ പോകുന്നത്, അവിടെ എന്തായിരിക്കും? അവിടെ സമ്മർ ആയിരിക്കും എന്ന് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു സമ്മർ ആയിരിക്കും എന്നുള്ള കാര്യം. ഓക്കെ, ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് ഇക്വേറ്ററിലേക്ക് പോകുമ്പോൾ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സമ്മർ. ഇനി ഇവിടെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്ന് ഇക്വേറ്ററിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത് എവിടെയാ? അത് സദേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പൊ സദേൺ ഹെമിസ്ഫിയറിൽ ഈ ഒരു പീരീഡിൽ സമ്മർ ആയിരിക്കും. സദേൺ ഹെമിസ്ഫിയറിൽ സമ്മർ ആണെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഏതായിരിക്കും? വിന്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടെ ഒരു പിക്ചറിന്റെ സഹായത്തോടു കൂടി പറയാൻ പോവുകയാണ്, ഒന്നുകൂടി പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അതും കൂടി കഴിയുമ്പോഴേക്കും ശരിക്കും ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആവേണ്ടതാണ്. അപ്പൊ ഞാനിവിടെ പിക്ചർ ഷെയർ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഈ ഒരു അപ്പാരന്റ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മളെ മനസ്സിലുണ്ടാവേണ്ട ഒരു ചിത്രമാണിത്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ സൂര്യനെ വരയ്ക്കുകയാണ്. സൂര്യപ്രകാശം ഇവിടെ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഓക്കെ, അപ്പൊ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് ഇങ്ങനെ പതിക്കുകയാണ്. അപ്പൊ നമ്മൾ 4 ഡേറ്റ്സ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ ഏറ്റവും ആദ്യം സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഡേറ്റ് ഏതാണ്? മാർച്ച് 21 അപ്പൊ ഈ മാർച്ച് 21 ഓക്കെ, മാർച്ച് 21 ഓക്കെ, അപ്പൊ മാർച്ച് 21 സൺസ് പൊസിഷൻ, സൂര്യന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഇസ് വെർട്ടിക്കലി അബോവ് ദി ഇക്വേറ്റർ, അല്ലെ? ഇക്വേറ്റർ 0 ഡിഗ്രി ഇക്വേറ്ററിന്റെ നേർ മുകളിലാണ് സൂര്യന്റെ സ്ഥാനം വരുന്നത്. ഓക്കെ, മാർച്ച് 21 അതിനെ നമ്മൾ ഇക്വിനോക്സ് എന്നാണ് വിളിക്കുന്നത്. മാർച്ച് 21 സെപ്റ്റംബർ 23 ഒക്കെ ഇക്വിനോക്സ്, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതിലേക്ക് പോകുന്നില്ല. ഓക്കെ, മാർച്ച് 21 സൂര്യന്റെ സ്ഥാനം, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ ഇസ് ഓവർ ഇക്വേറ്റർ, വെർട്ടിക്കലി ഓവർ ഇക്വേറ്റർ. അവിടുന്ന് അടുത്ത 3 മാസം കൊണ്ട് നോർത്ത് വേർഡ് മൂവ്മെന്റ് ആണ് ആ ഒരു സൂര്യന്റെ സ്ഥാനത്തിന് ഉണ്ടാവുന്നത്. അതായത് മാർച്ച് 21 കഴിഞ്ഞിട്ട് ഏപ്രിൽ, മെയ്, ജൂൺ 21 ആകുമ്പോൾ സൂര്യൻ എവിടേക്ക് മൂവ് ചെയ്യാണ്? സൂര്യൻ ഇവിടുന്ന് കുറച്ച് നോർത്തിലേക്ക്, സൂര്യപ്രകാശം ഈ ഭാഗത്തുനിന്ന് കിട്ടാൻ പോവാണ്. പിന്നെ സൂര്യപ്രകാശം വെർട്ടിക്കലായിട്ട് നേരത്തെ ഇക്വേറ്ററിൽ കിട്ടിയിരുന്നതിന് പകരം നേരെ എവിടേക്ക് കിട്ടുകയാണ്? ഇവിടെയുള്ള 23.5 ഡിഗ്രി നോർത്തിലുള്ള ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നേരെ വെർട്ടിക്കലായിട്ട് സൂര്യപ്രകാശം കിട്ടുകയാണ് ജൂൺ 21. ഓക്കെ, അപ്പൊ ആ സമയത്ത് മാർച്ച് 21 ടു ജൂൺ 21 ആ ഒരു പീരീഡിൽ ഈ കാണുന്ന നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഏതാ സീസൺ? നമ്മൾ പറഞ്ഞു സ്പ്രിംഗ് സീസൺ ആണ്. അവിടെ സ്പ്രിംഗ് ആകുമ്പോൾ താഴെ ഏതായിരിക്കും? ഈ സദേൺ ഹെമിസ്ഫിയറിൽ ഏതായിരിക്കും? അതും നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, ഓട്ടം സീസൺ ആയിരിക്കും. ഓക്കെ, ഒരു ഭാഗത്തുള്ള മാത്രം പഠിച്ചാൽ മതി, അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മറുഭാഗത്ത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. അപ്പോൾ മാർച്ച് 21 ജൂൺ 21 ആയപ്പോൾ സൂര്യന്റെ സൺസ് പൊസിഷൻ വിൽ ബി ഓവർ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലെത്തുന്നു. ദെൻ അടുത്ത 3 മാസം കൊണ്ട് ജൂൺ 21 ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 23 ആയപ്പോൾ അഗെയിൻ എന്തായി? സൺസ് പൊസിഷൻ റീച്ചസ് above the equator. വീണ്ടും ഇക്വേറ്ററിന്റെ നേരെ, സൂര്യന്റെ സ്ഥാനം ഇക്വേറ്ററിന്റെ നേരെയാവുന്നു. അപ്പോൾ സെപ്റ്റംബർ 23 സൂര്യൻ വീണ്ടും ഇക്വേറ്ററിന് നേരെ മുകളിലെത്തുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇക്വേറ്റർ എന്ന് പറയുമ്പോൾ ഭൂമധ്യരേഖ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശമാണ് ആ ഒരു ഭാഗം, ട്രോപ്പിക്കൽ റീജിയൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു മേഖലയാണ്. അപ്പോ അങ്ങനെ തന്നെ നമ്മൾ ഓർക്കുക, ഇക്വേറ്ററിലേക്ക് പോകുമ്പോൾ അപ്പൊ ചൂടായിരിക്കുമെന്ന് ഓർക്കുക. അപ്പൊ മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള ആ ഒരു പീരീഡ് നമ്മൾ പറഞ്ഞു ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് സീസൺ ആണ്. എന്നാൽ ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെയുള്ള ആ ഒരു പീരീഡ് ഇക്വേറ്ററിലേക്ക് പോവുകയാണ്. അപ്പൊ ചൂടുണ്ടാവുമെന്ന് ഓർക്കുക. അപ്പൊ എന്തായി? അവിടെ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താ സീസൺ? ജൂൺ 21 ടു സെപ്റ്റംബർ 23 വരെയുള്ള ആ ഒരു സീസൺ സമ്മർ സീസൺ ആണ് എന്നും ഓർക്കുക. ഓക്കെ, ഏതാണ് സീസൺ? സമ്മർ സീസൺ. ഓക്കെ, അപ്പൊ അവിടെ സമ്മർ ആണെങ്കിൽ പിന്നെ സൗത്തിൽ എന്തായിരിക്കും?
ഒരു സംശയം വേണ്ട, സൗത്തിൽ വിന്റർ സീസൺ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതും ക്ലിയർ ആയി. അപ്പോൾ മാർച്ച് മുതൽ ജൂൺ വരെയുള്ള ആ ഒരു പീരീഡ് നോർത്തിൽ സ്പ്രിംഗ് ആണ്, സൗത്തിൽ ഓട്ടം ആണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള ആ ഒരു പീരീഡ് നോർത്തിൽ സമ്മർ ആണ്, ഇക്വേറ്ററിലേക്ക് പോവാണല്ലോ. എവിടുന്ന? ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എവിടെയാ? അത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ അവിടുന്ന് ഇക്വേറ്ററിലേക്ക് വരുമ്പോൾ അവിടെ സമ്മർ ആയിരിക്കുമെന്ന് ഓർക്കുക. അതേ തിയറി നമുക്ക് താഴെയും അപ്ലൈ ചെയ്യാം. താഴെ പറയുമ്പോൾ അവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അത്രയും ഭാഗങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ സെപ്റ്റംബർ 23 അവിടെ കഴിഞ്ഞില്ല, അവിടുന്ന് വീണ്ടും പോവാണ്. സെപ്റ്റംബർ 23 കഴിഞ്ഞിട്ട് സൂര്യന്റെ സൗത്ത് വേർഡ് മൂവ്മെന്റ്, സൗത്ത് വേർഡ് ഷിഫ്റ്റ് ആണ് നമ്മൾ കാണുന്നത്. സെപ്റ്റംബർ 23 ഡിസംബർ 22 ആകുമ്പോഴേക്കും സൂര്യന്റെ സ്ഥാനം, സൺസ് പൊസിഷൻ വിൽ ബി ഓവർ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. സൂര്യന്റെ സ്ഥാനം എങ്ങോട്ട് മാറി? നേരെ ഈ ഒരു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വെർട്ടിക്കലായിട്ട് സൂര്യപ്രകാശം പതിക്കാൻ തുടങ്ങുന്നു ഡിസംബർ 22 ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇക്വേറ്ററിന് സെപ്റ്റംബർ 23 ഇക്വേറ്ററിലാണ്. ആ ഇക്വേറ്ററിന് ഡിസംബർ 22 ആയപ്പോഴേക്കും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ നേർ മുകളിൽ ആരെത്തി? സൂര്യന്റെ സ്ഥാനം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ നേർ മുകളിലെത്തുന്നു. അപ്പോൾ ആ ഒരു സീസൺ സെപ്റ്റംബർ 23 ടു ഡിസംബർ 22 എന്ന് പറയുന്ന ആ ഒരു സീസൺ ഏതായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇക്വേറ്ററിന് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് പോയപ്പോൾ അവിടെ സ്പ്രിംഗ് ആണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇക്വേറ്ററിന് സെപ്റ്റംബർ 23 ഡിസംബർ 22 ആയപ്പോഴേക്കും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലെത്തിയപ്പോൾ ഇക്വേറ്ററിന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഈ സദേൺ ഹെമിസ്ഫിയറിൽ ഏതായിരിക്കും സീസൺ? സംശയമൊന്നും വേണ്ട, സ്പ്രിംഗ് സീസൺ ആയിരിക്കും. അപ്പൊ ആ സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഏതായിരിക്കും? അതും സംശയമൊന്നും വേണ്ട, ഓട്ടം സീസൺ ആയിരിക്കും. ഓക്കെ, എന്താണോ ഒരു ഭാഗത്ത് അതിന്റെ ഓപ്പോസിറ്റ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ സ്ക്രീൻ മൊത്തം ഒരുപാട് റൈറ്റിംഗ്സ് ആയിട്ടുണ്ടാവും. എനിവേ, അപ്പൊ ഡിസംബർ 22 സൺസ് പൊസിഷൻസ് വിൽ ബി ഓവർ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അപ്പൊ ഈ ഒരു പീരീഡ് ഇൻ ബിറ്റ്വീൻ സെപ്റ്റംബർ 23 ആൻഡ് ഡിസംബർ 22 അത് സ്പ്രിംഗ് സീസൺ ഇൻ സദേൺ ഹെമിസ്ഫിയർ, ഓട്ടം സീസൺ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. ഓക്കെ, അപ്പൊ ഇക്വേറ്ററിന് പുറത്തേക്ക് പോകുമ്പോൾ അവിടെ സ്പ്രിംഗ് ആണെന്ന് ഓർക്കുക. നേരത്തെ നമ്മൾ അതാ പറഞ്ഞത്, മാർച്ച് 21 ഇക്വേറ്റർ ആണ്. ആ ഇക്വേറ്ററിന് പുറത്തോട്ട് പോവുക, ജൂൺ 21 ഇക്വേറ്ററിന് മാറി ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് പോവുക. അപ്പൊ അവിടെ സ്പ്രിംഗ്. ഇനി താഴെ പറയുമ്പോൾ സെപ്റ്റംബർ 23 ഇക്വേറ്ററിലാണ്. ആ സെപ്റ്റംബർ 23 ഡിസംബർ 22 ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് പോവുക, ഇക്വേറ്ററിന് പുറത്തേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ സ്പ്രിംഗ്, മറ്റിടത്ത് ഓട്ടം. ഇനി നമുക്ക് ഒന്നുകൂടി പറയാനുണ്ട്, ഈ ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെയുള്ള പീരീഡ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇക്വേറ്ററിലേക്കാണ് ഇനി പോകുന്നത്. ഡിസംബർ 22 കഴിഞ്ഞിട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, അടുത്ത 3 മാസം കൊണ്ട് സൂര്യന്റെ പൊസിഷൻ വീണ്ടും എവിടെ എത്താണ്? ഇക്വേറ്ററിന് നേർ മുകളിലെത്താണ്. അപ്പൊ മാർച്ച് 21 വീണ്ടും സൺസ് പൊസിഷൻ വിൽ ബി ഓവർ വെർട്ടിക്കലി ഓവർ ഇക്വേറ്റർ. ഇക്വേറ്ററിന് നേർ മുകളിലായിട്ട് മാർച്ച് 21 സൂര്യന്റെ സ്ഥാനം വീണ്ടും എത്തുന്നു. അപ്പോൾ എങ്ങോട്ടാ പോകുന്നത്? ഇക്വേറ്ററിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഭൂമധ്യരേഖയിലേക്കാണ് പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെയുള്ള ആ ഒരു പീരീഡ് ഏതായിരിക്കും? ചൂട് കൂടുതലാകുമ്പോൾ നമ്മൾ ആലോചിക്കുക ചൂടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കുക ഏതായിരിക്കും? സമ്മർ സീസൺ. സമ്മർ സീസൺ ഇൻ സദേൺ ഹെമിസ്ഫിയർ. ഓക്കെ, അപ്പൊ ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെയുള്ള ആ ഒരു പീരീഡ് സദേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സീസൺ ആയിരിക്കും. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിലോ? യാതൊരു സംശയവും വേണ്ട, നോർത്തേൺ ഹെമിസ്ഫിയറിൽ വിന്റർ സീസണുമായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് മൊത്തത്തിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ദി അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതേപോലെ സീസണൽ ചേഞ്ചസ്, ഓട്ടം, സ്പ്രിങ്, വിന്റർ, സമ്മർ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ ടെക്സ്റ്റിലേക്ക് വരികയാണ്. അപ്പൊ ഈ ഒരു ടേബിളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ദെൻ ഇനി നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു സീസൺസുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു കൺസെപ്റ്റ് ഉത്തരായനം ആൻഡ് ദക്ഷിണായനം എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ഉത്തരായനം ആൻഡ് ദക്ഷിണായനം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രഡീഷണൽ സീസൺസ് ഓഫ് ഇന്ത്യ. ട്രഡീഷണൽ സീസൺസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് പിന്നെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് നമ്മൾ പരമ്പരാഗതമായിട്ട് പറയുന്ന ചില ഋതുക്കൾ, അല്ല ചില സീസൺസ് എന്ന് പറയും. ഇന്ത്യയിലെ പരമ്പരാഗതമായിട്ടുള്ള സീസൺസ് ഏതൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അത് എക്സ്ട്രാ റീഡിംഗ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കുട്ടികൾ സമയം കിട്ടുമ്പോൾ അതൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്.
എനിവേ നമുക്ക് പഠിക്കാനുള്ള അടുത്ത കൺസെപ്റ്റ് ആണ് ഉത്തരായനം ആൻഡ് ദക്ഷിണായനം. ഉത്തരായനം ആൻഡ് ദക്ഷിണായനം. ഓക്കെ, യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദി അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ ആൻഡ് ദി റിസൾട്ടന്റ് സീസൺസ് ഇൻ ബോത്ത് ദി ഹെമിസ്ഫിയേഴ്സ്. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി. അതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന സീസണൽ ചേഞ്ചസ് നമ്മൾ നോക്കി. ഫോളോവിംഗ് ദി വിന്റർ സോൾസ്റ്റിസ്, the sun sets its northward apparent movement from Tropic of Capricorn and it culminates on Tropic of Cancer on 21st June. This northward apparent movement of the sun from Tropic of Capricorn to Tropic of Cancer is termed as Uttarayanam. വീണ്ടും നമുക്ക് ആ ഒരു പിക്ചർ ഷെയർ ചെയ്യേണ്ടി വരും. എന്നാലും ഇതൊന്നുകൂടി നമുക്ക് പറഞ്ഞിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ഞാനിവിടെ മാർക്ക് ചെയ്തുകൊണ്ട് പറയാം. ഓക്കെ, ഫോളോവിംഗ് ദി വിന്റർ സോൾസ്റ്റൈസ്. വിന്റർ സോൾസ്റ്റൈസിനെ തുടർന്ന്, ഈ വിന്റർ സോൾസ്റ്റൈസ് എന്ന് പറയുമ്പോൾ ഏതാ ഡേറ്റ്? ഓക്കെ, വിന്റർ സോൾസ്റ്റൈസ് എന്ന് പറയുമ്പോൾ ഡിസംബർ 22 ആണ്. ഓക്കെ, അപ്പോൾ ഒരു നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. ഓക്കെ, ഡിസംബർ 22 നമ്മൾ പറഞ്ഞു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ എത്തുമല്ലോ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ ഡിസംബർ 22 സൂര്യന്റെ സ്ഥാനം എത്തും നമ്മൾ പറഞ്ഞു. ആ ഒരു ഡേറ്റ് ആണ് നമ്മൾ വിന്റർ സോൾസ്റ്റൈസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വിന്റർ സോൾസ്റ്റൈസിനെ തുടർന്ന്, ഫോളോവിംഗ് ദി വിന്റർ സോൾസ്റ്റൈസ്, ദി സൺ സെറ്റ്സ് ഇറ്റ്സ് നോർത്ത് അപ്പാരന്റ് മൂവ്മെന്റ്. ഓക്കെ, ആ ഡിസംബർ 22 ആയ പിന്നെ സൂര്യന്റെ മൂവ്മെന്റ് എങ്ങോട്ടാ പോകുന്നത്? നോർത്ത് മൂവ്മെന്റാ. ഓക്കെ, sun sets its northward apparent movement from Tropic of Capricorn. വിന്റർ സോൾസ്റ്റൈസിന് സൂര്യൻ എവിടെയുള്ളത്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ മുകളിലാണ്. അപ്പോൾ ആ ഒരു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്നും ഒരു നോർത്ത് വേർഡ് മൂവ്മെന്റ് ആണ് പിന്നീട് സൂര്യന്റെ സ്ഥാനത്തിന് ഉണ്ടാവുന്നത്. മൂവ്മെന്റ് ഫ്രം നോർത്ത് വേർഡ് അപ്പാരന്റ് മൂവ്മെന്റ് ഫ്രം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ and it culminates or it reaches on Tropic of Cancer on 21st June. ഓക്കെ, അതായത് ഈ ഡിസംബർ 22 ഒരു നോർത്ത് വേർഡ് മൂവ്മെന്റ്, സൂര്യന്റെ നോർത്ത് വേർഡ് മൂവ്മെന്റ് തുടങ്ങുകയാണ്. എന്നിട്ട് 3 മാസം കൊണ്ട് മാർച്ച് 21 ആകുമ്പോൾ ഇക്വേറ്ററിൽ എത്തുന്നു. അവിടുന്ന് അഗെയിൻ അടുത്ത 3 മാസം കൊണ്ട് വീണ്ടും നോർത്ത് വേർഡ് മൂവ്മെന്റ് ആണ്. ഈ പറയുന്ന ജൂൺ 21 ആകുമ്പോഴേക്കും നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള എവിടെ എത്തുന്നു? നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ എത്തുന്നു. സോ ദിസ് northward apparent movement of the sun from Tropic of Capricorn to Tropic of Cancer is termed as Uttarayanam. Okay, അപ്പോൾ ഈ ഒരു നോർത്ത് വേർഡ് മൂവ്മെന്റ് ഫ്രം വേർ ടു വേർ, എവിടെ മുതൽ എവിടം വരെ? ഫ്രം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ. സദേൺ ഹെമിസ്ഫിയറിലുള്ള ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്നും നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്കുള്ള ഈ ഒരു അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ, സൂര്യന്റെ ഈ ഒരു അപ്പാരന്റ് മൂവ്മെന്റിനെയാണ് നമ്മൾ ഉത്തരായനം എന്ന് വിളിക്കുന്നത്. ഉത്തരത്തിലേക്ക്, മുകൾ ഭാഗത്തേക്ക്, നോർത്തിലേക്ക് പോകുന്നത് കൊണ്ട് ഉത്തരായനം എന്ന് വിളിക്കുന്നു. ആൻഡ് ദി ഡ്യൂറേഷൻ ഓഫ് ഡേ ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ ഗ്രാജുവലി ഇൻക്രീസസ്. Okay, the duration of day in the northern hemisphere gradually increases during this period. എന്താ കാരണം? മറ്റൊന്നല്ല, നോർത്തേൺ ഹെമിസ്ഫിയറിലേക്കാണ് സൂര്യൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡേ ടൈം ക്രമേണ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അഥവാ ഡേ ടൈം കൂടി വരും. സൂര്യൻ അങ്ങോട്ടാണല്ലോ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഉത്തരായനം എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ദക്ഷിണായനം കൂടി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഇമേജ് ഷെയർ ചെയ്തുകൊണ്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഫോളോവിംഗ് ദി സമ്മർ സോൾസ്റ്റൈസ്. അപ്പോൾ വിന്റർ സോൾസ്റ്റൈസ് പറഞ്ഞതുപോലെ ജൂൺ 21 ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ മുകളിൽ എത്തുമ്പോൾ അതാണ് സമ്മർ സോൾസ്റ്റൈസ് എന്ന് നമ്മൾ പറയുന്നത്. സമ്മർ സോൾസ്റ്റൈസ് നേരത്തെ പഠിച്ചതാണ്. സമ്മർ സോൾസ്റ്റൈസ് ഗ്രീഷ്മ അയനാന്ത ദിനം. ഓക്കെ, സോ ഫോളോവിംഗ് ദി സമ്മർ സോൾസ്റ്റൈസ്, ദി സൺ സെറ്റ്സ് its southward apparent movement from Tropic of Cancer and it reaches or it culminates on Tropic of Capricorn on 22nd December. This southward apparent movement of the sun from Tropic of Cancer to Tropic of Capricorn is termed as Dakshinayanam. അപ്പോൾ ജൂൺ 21 സൂര്യന്റെ പൊസിഷൻ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ജൂൺ 21 വെർട്ടിക്കലി അബോവ് ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണ് ജൂൺ 21. ആ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്നും സൗത്ത് വേർഡ് മൂവ്മെന്റ് ഇക്വേറ്ററിലെത്തി. അവിടുന്ന് വീണ്ടും താഴോട്ട് പോയി സൗത്തിലേക്ക് മൂവ് ചെയ്ത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്ക് എത്തുന്നു. ഈ ഒരു മൂവ്മെന്റ് ആണ്, അതായത് മൂവ്മെന്റ് ഫ്രം
Tropic of Cancer to Tropic of Capricorn is termed as Dakshinayanam. സൗത്തിലേക്ക് ദക്ഷിണ ഭാഗത്തേക്കുള്ള ഈ ഒരു മൂവ്മെന്റ് ആണ് ദക്ഷിണായനം എന്ന് അറിയപ്പെടുന്നത്. ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. What is the change that occurs in the duration of day in southern hemisphere during Dakshinayanam? ഓക്കെ, അതായത് ഈ ഒരു ദക്ഷിണായനം എന്ന് പറയുന്ന ഒരു പീരീഡിൽ സദേൺ ഹെമിസ്ഫിയറിൽ ഡേ ടൈമിന്റെ ഡ്യൂറേഷൻ എങ്ങനെയായിരിക്കും, എന്ത് മാറ്റാണ് ഉണ്ടാവാന്നാണ്. ആൻസർ ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നു. ദി ഡ്യൂറേഷൻ ഓഫ് ഡേ ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ ഗ്രാജുവലി ഇൻക്രീസസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. നമ്മൾ നേരത്തെ ഉത്തരായനത്തിന്റെ സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള കാര്യം പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ദക്ഷിണായനത്തിന്റെ സമയത്ത് സദേൺ ഹെമിസ്ഫിയറിൽ എന്ത് സംഭവിക്കും? ദി ഡ്യൂറേഷൻ ഓഫ് ഡേ ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ ഗ്രാജുവലി ഇൻക്രീസസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. കാരണം സദേൺ ഹെമിസ്ഫിയറിലേക്കാണ് സൂര്യൻ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സദേൺ ഹെമിസ്ഫിയറിലെ ഡേ ടൈം ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദെൻ during the period from March to September, as the sun is in the northern hemisphere, the North Polar regions experiences continuous daylight for 6 months. ഓക്കെ, ആ ഒരു സെന്റൻസ് നമ്മൾ വായിക്കുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു പിക്ചർ ഒന്ന് ഷെയർ ചെയ്യണം. എന്നിട്ട് ഒന്നുകൂടി ഈ ഒരു കൺസെപ്റ്റ് ഉത്തരായനം ആൻഡ് ദക്ഷിണായനം വളരെ പെട്ടെന്നൊന്ന് പറയണം. എന്നിട്ട് ബാക്കിയുള്ള കാര്യം നോക്കാം. ഓക്കെ, അപ്പോൾ വളരെ പെട്ടെന്ന് പറയാൻ പോവാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ മുകളിലാണ് ഡിസംബർ 22 സൂര്യന്റെ സ്ഥാനം എന്ന് പറയുന്നത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ മുകളിലാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് പിന്നെ അടുത്ത 3 മാസം കൊണ്ട് എങ്ങോട്ടാ പോകുന്നത്? മാർച്ച് 21 ആകുമ്പോഴേക്കും എവിടെ എത്തി? ഇക്വേറ്ററിന് മുകളിലെത്തി. അഗെയിൻ അടുത്ത 3 മാസം കൊണ്ട് എവിടെ എത്തി? ജൂൺ 21 ആയപ്പോഴേക്കും സൂര്യന്റെ സ്ഥാനം എവിടെ എത്തി? ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് മുകളിലെത്തി. ഓക്കെ, അപ്പോൾ ഈ ഒരു നോർത്ത് വേർഡ് മൂവ്മെന്റ്, ഓക്കെ, അതായത് നോർത്ത് വേർഡ് മൂവ്മെന്റ് ഫ്രം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഓക്കെ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നിന്നും ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്കുള്ള ഈ ഒരു നോർത്ത് വേർഡ് മൂവ്മെന്റ്, സൂര്യന്റെ ഈ ഒരു നോർത്ത് വേർഡ് മൂവ്മെന്റ് ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഉത്തരായനം എന്ന് വിളിക്കുന്നത്. ഈ സമയത്ത് ഉത്തരായനത്തിന്റെ സമയത്ത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡേ ടൈം ഇൻക്രീസ്, ഡേന്റെ ഡ്യൂറേഷൻ, ഡേ ടൈമിന്റെ അല്ലെങ്കിൽ ഡേയുടെ ഡ്യൂറേഷൻ ഓഫ് ഡേ ടൈം ഗ്രാജുവലി ഇൻക്രീസസ് എന്ന് നമ്മൾ പറഞ്ഞു. സമയം, പകൽ ദൈർഘ്യം കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ എന്താ ഇനി ദക്ഷിണായനം? ജൂൺ 21 ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ മുകളിലാണ് സൂര്യന്റെ പൊസിഷൻ. അവിടുന്ന് അടുത്ത 3 മാസം കൊണ്ട് സെപ്റ്റംബർ 23 ആകുമ്പോഴേക്കും, ജൂൺ 21 സെപ്റ്റംബർ 23 ആകുമ്പോഴേക്കും സൂര്യന്റെ സൗത്ത് വേർഡ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് ഇക്വേറ്ററിലെത്തുന്നു. അടുത്ത 3 മാസം കൊണ്ട് ഡിസംബർ 22 ആകുമ്പോഴേക്കും അഗെയിൻ ഇറ്റ് റീച്ചസ് അബവ് ദി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിന്റെ നേരെ മുകളിൽ സൂര്യന്റെ സ്ഥാനം എത്തുന്നു. അപ്പൊ ആ നോർത്ത് നിന്ന് സൗത്ത് വേർഡ് മൂവ്മെന്റ്, ആ നോർത്ത് നിന്നുള്ള സൗത്ത് വേർഡ് മൂവ്മെന്റ് ആണ്, സൂര്യന്റെ ആ ഒരു സൗത്ത് വേർഡ് മൂവ്മെന്റ് ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദക്ഷിണായനം എന്ന് വിളിക്കുന്നത്. ട്രോപ്പിക് ഓഫ്, അതായത് ദി മൂവ്മെന്റ് ഫ്രം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്കുള്ള, ഓക്കെ, ആ ഒരു മൂവ്മെന്റ് ആണോ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിലേക്കുള്ള സൗത്ത് വേർഡ് മൂവ്മെന്റ് ആണ് ദക്ഷിണായനം. ഓക്കെ, സോ നോർത്ത് വേർഡ് മൂവ്മെന്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? നമ്മൾ ഉത്തരായനം എന്ന് വിളിക്കുന്നു. സൗത്ത് വേർഡ് മൂവ്മെന്റിനെ നമ്മൾ ദക്ഷിണായനം എന്ന് വിളിക്കുന്നു. ആ മൂവ്മെന്റ് ഫ്രം ഏതാണോ ടു ഏതാണോ അത് കൃത്യമായിട്ട് ഓർക്കാം. നോർത്ത് വേർഡ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഫ്രം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ഫ്രം ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉത്തരായനം. ഫ്രം ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ദക്ഷിണായനം. ഓക്കെ, ഇത്രയും കാര്യമേ ഉള്ളൂ. വളരെ ഈസിയാണ് ആ കൺസെപ്റ്റ്. Then during the period from March to September, as the sun is in the northern hemisphere, the north polar regions experiences continuous daylight for 6 months. അതായത് മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള ഒരു സമയത്ത്, മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയത്ത് സൂര്യൻ എവിടെയുള്ളത്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ആ ഒരു 6 മാസക്കാലം സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. The North Polar regions experiences continuous daylight for 6 months. അതുകൊണ്ട് തന്നെ നോർത്ത് പോളാർ റീജിയൻസ് ഈ ഒരു സമയത്ത്, നോർത്ത് പോളാർ റീജിയൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആർട്ടിക് പ്രദേശത്തോട് ചേർന്നുകൊണ്ടുള്ള ആ ഒരു ആർട്ടിക് മേഖല, ഓക്കെ, നമ്മൾ ഉത്തരധ്രുവത്തോട് ചേർന്നുകൊണ്ടുള്ള മേഖല, ഉത്തരധ്രുവ മേഖല, ആ ഒരു ആർട്ടിക് മേഖല, ഇവിടെ പറയുന്നു കണ്ടിന്യൂസ് ഡേ ലൈറ്റ് ഫോർ 6 months. 6 മാസത്തേക്ക് തുടർച്ചയായ
പകലായിരിക്കും ആ ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. കാരണം ഈ ഒരു 6 മാസക്കാലം സൂര്യന്റെ സ്ഥാനം എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. Okay, so during the period from March to September, as the sun is in the northern hemisphere, March മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസക്കാലം സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആയതുകൊണ്ട് the north polar regions experiences continuous daylight for 6 months. Okay, continuous daylight for 6 months. നോർത്ത് പോളാർ റീജിയനിൽ എന്തായിരിക്കും? 6 മാസക്കാലം തുടർച്ചയായിട്ടുള്ള പകലായിരിക്കും. ഈ ഒരു നോർത്ത് പോളാർ റീജിയൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആർട്ടിക് സർക്കിൾ അല്ലെങ്കിൽ ആർട്ടിക് വൃത്തം എന്ന് പറയുന്ന ആ രൂപത്തിലും പറയാം. ഓക്കെ, ആ ഒരു പ്രദേശത്തെ. ദെൻ ഡ്യൂറിംഗ് ദി റിമൈനിങ് പീരിയഡ്, അതായത് ബാക്കിയുള്ള 6 മാസക്കാലം, ഡ്യൂറിംഗ് ദി റിമൈനിങ് പീരിയഡ് ദാറ്റ് ഈസ് ഫ്രം സെപ്റ്റംബർ ടു മാർച്ച്, as the sun is in the southern hemisphere, north polar regions experiences continuous night for 6 months. അടുത്ത 6 മാസക്കാലോ? അടുത്ത 6 മാസക്കാലം, അതായത് സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള 6 മാസക്കാലം സൂര്യന്റെ പൊസിഷൻ എവിടെയാണ്? സദേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പൊ ഈ സദേൺ ഹെമിസ്ഫിയറിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്തായിരിക്കും? കണ്ടിന്യൂസ് ഡേ ലൈറ്റ്, അല്ലെ കണ്ടിന്യൂസ് ഡേ ആയിരിക്കും ഫോർ 6 months. അതേപോലെ ആ സമയത്ത്, അതായത് സൂര്യൻ സദേൺ ഹെമിസ്ഫിയറിലാവുന്ന സമയത്ത് നോർത്ത് പോളാർ നേരത്തെ പറഞ്ഞ നോർത്ത് പോളാർ റീജിയനിലോ അവിടെ വെളിച്ചം കിട്ടുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ദാറ്റ് റീജിയൻ എക്സ്പീരിയൻസസ് കണ്ടിന്യൂസ് നൈറ്റ് ഫോർ 6 months. തുടർച്ചയായ രാത്രിയായിരിക്കും, 6 മാസക്കാലം തുടർച്ചയായ രാത്രിയായിരിക്കും ഈ നോർത്ത് പോളാർ റീജിയനിൽ ഈ ഒരു സമയത്ത് സെപ്റ്റംബർ മുതൽ മാർച്ച് വരെ ഉണ്ടാവുക. Okay, what is the duration of day and night in the south polar regions when the sun is respectively over the northern hemisphere and southern hemisphere? Okay, ചോദ്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, ഉത്തരം പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാലും what is the duration of day and night in the south polar region? സൗത്ത് പോളാർ റീജിയനിൽ, അതായത് പിന്നെ നമ്മൾ അന്റാർട്ടിക് മേഖലയൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശത്ത്, ഓക്കെ, അന്റാർട്ടിക് വൃത്തത്തിൻ അല്ലെങ്കിൽ അന്റാർട്ടിക് സർക്കിൾ എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം, അന്റാർട്ടിക് മേഖലയെല്ലാം ഉൾപ്പെടുന്ന സൗത്ത് പോളാർ റീജിയനിൽ, ഓക്കെ, അവിടെ ഡേയും നൈറ്റും ഒക്കെ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് ഡേ ആൻഡ് നൈറ്റ് ഇൻ ദി സൗത്ത് പോളാർ റീജിയൻസ് എപ്പോ വെൻ ദി സൺ ഈസ് റെസ്പെക്റ്റീവ്ലി ഓവർ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ. ഓക്കെ, സൂര്യൻ 6 മാസക്കാലം നോർത്തേൺ ഹെമിസ്ഫിയറിലാകുമ്പോഴും അടുത്ത 6 മാസക്കാലം സദേൺ ഹെമിസ്ഫിയറിലാകുമ്പോഴും ഈ സൗത്ത് പോളാർ റീജിയനിലുള്ള ഡേയും നൈറ്റും ഒക്കെ എങ്ങനെയാണ്, അതിന്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ്? അപ്പൊ അതിന്റെ ആൻസർ ഞാനിവിടെ ഷെയർ ചെയ്യാം. സൗത്ത് പോളാർ റീജിയൻ എക്സ്പീരിയൻസസ് കണ്ടിന്യൂസ് നൈറ്റ് ഫോർ 6 months when sun is over northern hemisphere. ഓക്കെ, സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയറിലാകുമ്പോൾ സൗത്ത് പോളാർ റീജിയനിൽ തുടർച്ചയായ 6 മാസം രാത്രിയായിരിക്കും. ഇനി അടുത്ത സെന്റൻസ് നോക്കുക. സൗത്ത് പോളാർ റീജിയൻ എക്സ്പീരിയൻസസ് കണ്ടിന്യൂസ് ഡേ ഫോർ 6 months when sun is over southern hemisphere. സൂര്യൻ ഈ സദേൺ ഹെമിസ്ഫിയറിലാവുന്ന സമയത്ത് എന്താ സ്ഥിതി? സൗത്ത് പോളാർ റീജിയൻ എക്സ്പീരിയൻസസ് കണ്ടിന്യൂസ് ഡേ ഫോർ 6 months. തുടർച്ചയായ 6 മാസം പകലായിരിക്കും എവിടെ ഉണ്ടാവുക? സൗത്ത് പോളാർ റീജിയനിൽ ഉണ്ടാവുക. അപ്പൊ അതിന്റെ ആൻസറും കിട്ടി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ സീസൺസ് ആൻഡ് ടൈം എന്ന ചാപ്റ്ററിലെ സീസൺസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ടൈമുമായി ബന്ധപ്പെട്ട അടുത്ത സ്റ്റേജിലേക്ക്, അടുത്ത പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. എനിവേ, ഇന്നത്തെ ക്ലാസ്സിലോ ഇതുവരെയുള്ള നമ്മുടെ ക്ലാസ്സിലോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാവുന്നതാണ്. സോ വി ആർ കൺക്ലൂഡിങ് ടുഡേയ്സ് ക്ലാസ് ആൻഡ് അടുത്ത ക്ലാസ്സിൽ കാണാമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.